Assalamu alaikum. Welcome to ayruz food and craft. ഇന്ന് ഞാൻ ഇവിടെ ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ് ഉണ്ടാക്കുന്നത്. തേങ്ങാച്ചോറാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത്. എൻ്റെ ഉമ്മയുടെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് തേങ്ങാച്ചോറ്. എൻ്റെ ഉമ്മ ഈ തേങ്ങാച്ചോറ് ഉണ്ടാക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇന്ന് ഞാൻ അതുകൊണ്ട് പറഞ്ഞ് സ്പെഷ്യലായിട്ട് ഇന്ന് വെപ്പിക്കുകയാണ്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. അതിനായി ഇപ്പം ഒരു 4 ഗ്ലാസ് അരി, അതായത് ഒരു നാഴിക്കാണെങ്കിൽ 4 നാഴി, ഈ ഒരു ഗ്ലാസിന്റെ അളവിലാണ് 4 ഗ്ലാസ് അരിയാണ് ഞാൻ അളന്നെടുത്തിരിക്കുന്നത്. ഇതിപ്പോ ഒരു 15 മിനിറ്റ് ഒന്ന് വെള്ളത്തിലിട്ട് കുതിർത്തിയെടുത്തതാണ്. കഴുകിയൊക്കെ വാരി എടുത്തിട്ടുണ്ട്. ഇതിനായിട്ടിപ്പം ഒരു തേങ്ങ എടുത്തിട്ടുണ്ട്. ഒരു തേങ്ങ ഫുള്ളായിട്ട് എടുക്കണം തിരികിയത്. ചെറിയ ഉള്ളി ഒരു 7-8 പീസ് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. 3-4 അല്ലി വെളുത്തുള്ളി, കറിവേപ്പില, നെയ്യ് ഒരു 1-2 സ്പൂണ് നെയ്യ് ആവശ്യമുണ്ട്. പിന്നെ ഒരല്പം അണ്ടിപ്പരിപ്പ്, കിസ്മിസ്, 1 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. ചെറിയ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിന് വേണ്ടുന്ന ആവശ്യമായ മസാല, അതായത് പെരിഞ്ജീരകം, പട്ട, ഗ്രാമ്പു, ഏലക്ക, കുരുമുളക്, ഇത്രയും സാധനങ്ങൾ അടങ്ങിയ മസാലക്കൂട്ടാണ് എടുത്തിരിക്കുന്നത്. പെരിഞ്ജീരകം നമ്മൾ ഈ തേങ്ങ അരയ്ക്കുമ്പോഴത്തേക്ക് അതിന്റെ കൂടെ ഇട്ട് അരയ്ക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പെരിഞ്ജീരകം നമ്മൾ മാറ്റി വെക്കണം. ബാക്കിയൊക്കെ നമുക്ക് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ചോറിലേക്ക് ഇടാനാണ്. ഇനി നമുക്കിത് എങ്ങനെയാ ചെയ്യുന്നതെന്ന് നോക്കാം കേട്ടോ. ഇപ്പൊ ആ എടുത്തു വെച്ചിരുന്ന ആ ഒരു തേങ്ങ അത് നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് കുറച്ചായിട്ട് ഒരു 1-ാം പാല്, 2-ാം പാല്, 3-ാം പാല്, അങ്ങനെ നമ്മളൊരു 3 ട്രിപ്പില് നമ്മള് ആ തേങ്ങ നല്ല പിഴിഞ്ഞ് അതിന്റെ നീര് നമ്മള് ആ തേങ്ങാപ്പാല് നമ്മൾ എടുക്കണം. ഇതിപ്പോ 3 പാലുണ്ട്, 1-ാം പാല്, 2-ാം പാല്, 3-ാം പാല്, അതെല്ലാം കൂടെ ഇപ്പൊ ഞാൻ ഒരുമിച്ച് ഒരു പാത്രത്തിൽ മിക്സ് ചെയ്തിരിക്കുകയാണ്. കാരണം നമ്മളിതില് ഈ തേങ്ങാപ്പാലില് മാത്രമാണ് നമ്മൾ തേങ്ങാച്ചോറ് വെക്കേണ്ടത്. പ്രത്യേകിച്ച് വെള്ളം നമ്മളിതിൽ ആഡ് ചെയ്യുന്നില്ല. ഓക്കെ, നമ്മൾ എടുത്തു വെച്ചിരുന്ന ആ ചെറിയുള്ളി, വെളുത്തുള്ളി, മസാല ഇതെല്ലാം കൂടെ ഇപ്പോൾ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. നമ്മൾ ഈ അരച്ചു വെച്ചിരിക്കുന്ന ഈ മസാല നമ്മൾ ഈ തേങ്ങാപ്പാലിലേക്ക് ചേർത്ത് കൊടുക്കണം. ഈ മസാലയെ നമ്മൾ ഈ ചേർത്ത് എടുത്തു വെച്ചിരിക്കുന്ന മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ഇതെല്ലാം കൂടി ഈ തേങ്ങാപ്പാലിൽ ആദ്യം നമ്മളൊന്ന് മിക്സ് ചെയ്യുക. എല്ലാം കൂടി ചേർത്തൊന്ന് മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ചോറ് ഉണ്ടാക്കുന്ന പാത്രത്തിലേക്ക് അത് ഒഴിക്കുക. അങ്ങനെയാണ് ചെയ്യേണ്ടത്. നമ്മൾ ഡിഫറെന്റ് ആയിട്ടാണ് ഇത് ചെയ്യേണ്ടത്. നമ്മൾ നെയ്ച്ചോറും ബിരിയാണി ഒന്നും വെക്കും പോലെയല്ല. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മല്ലിപ്പൊടി 1 സ്പൂണ് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന മഞ്ഞൾപ്പൊടി 1 ടേബിൾ സ്പൂൺ അത് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. നമ്മളിതെല്ലാം കൂടെ ചേർന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. മൂന്ന് പ്രാവശ്യം നമ്മൾ പിഴിഞ്ഞെടുത്ത തേങ്ങാപ്പാലാണിത്. വെള്ളമൊക്കെ ചേർത്ത് പിഴിഞ്ഞെടുക്കണം. ആ ഒരു മിശ്രിതത്തിൽ മാത്രം വേണം നമ്മൾ ഈ ചോറ് വേവിച്ചെടുക്കേണ്ടത്. അപ്പോഴാണ് നമുക്ക് ഇതിന്റെ ഒരു ടേസ്റ്റ് കിട്ടുക. ഇനിയിപ്പോ ഇതിനായിട്ടൊരു ഉരുളി, വലിയ ഒരു ഉരുളിയാണ് ഇപ്പോൾ അടുപ്പിൽ വെച്ചേക്കുന്നത്. ഇതിപ്പോ നല്ല നാടൻ നമ്മുടെ കേരള സ്റ്റൈലിലാണ് ഞാനിത് പ്രിപ്പയർ ചെയ്യുന്നത്. നമ്മുടെ വിറകൊക്കെ വെച്ചിട്ടുള്ള നല്ല അടുപ്പിലാണ് ഇതിപ്പോ ഉണ്ടാക്കുന്നത്. കാരണം അങ്ങനെ വെക്കുമ്പോഴാണ് ഇതിന്റെ ഒറിജിനൽ ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുക. പാത്രം നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു 1.5 ടേബിൾ സ്പൂൺ നെയ്യും ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ ഓയിലും ചേർക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ കടുക് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, കറിവേപ്പില, പറഞ്ഞില്ലേ പെരിഞ്ജീരകം നമ്മൾ എടുത്ത് വെക്കണമെന്ന് മാറ്റി, പെരിഞ്ജീരകം കൂടി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ ഒരല്പം പട്ട, ഗ്രാമ്പു, കിസ്മിസ്, അണ്ടിപ്പരിപ്പ് എന്നിവയെല്ലാം കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അതൊരു ചെറിയൊരു ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്ക് വേണം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്.
നല്ല മണമൊക്കെ വരുന്നുണ്ട്. മസാലയുടെയും ആ ചെറിയുള്ളിയുടെയൊക്കെ നല്ല മണം ഇപ്പം മൂക്കിലേക്ക് അടിച്ച് കയറുന്നുണ്ട്. ഇനി നമ്മളിതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ നമ്മൾ ചേർത്ത് കൊടുക്കുക. കണ്ട, ഞാനിപ്പോൾ നമ്മൾ എടുത്തു വെച്ച 1-ാം പാല്, 2-ാം പാല്, 3-ാം പാല്, അങ്ങനെ 3 ടൈപ്പായിട്ടുള്ള വെള്ളം ചേർത്ത് തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുത്തതാണ്. ഇനി നമ്മൾ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് ഇതൊന്ന് അടച്ച് വെക്കുക. ഒരു 15 മിനിറ്റ് നമ്മൾ ഇതൊന്ന് അടച്ച് വെക്കണം. ഇതൊരു തിളച്ചിട്ട് അതിനുശേഷം നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന അരി ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്യുക. നമുക്കൊരു 15 മിനിറ്റ് ഇത് ഉപ്പ് ചേർത്ത് അടച്ചു വെക്കാം. ഓക്കെ, ഇപ്പോ നന്നായിട്ട് തേങ്ങാപ്പാലൊക്കെ നന്നായിട്ട് വെട്ടി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കഴുകി വെച്ചിരിക്കുന്ന അരി ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് കൊടുത്തിട്ട് നമ്മളിത് അടച്ചു വെക്കണം. ഈ ചോറ് ഇത് നമ്മളെ വെന്ത് നല്ല വറ്റുന്നിടം വരെ നമ്മളിത് വെയിറ്റ് ചെയ്യണം. അടച്ചു വെച്ചു. നമ്മുടെ ചോറിപ്പോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാ നല്ല ആവിയൊക്കെ പറക്കുന്നുണ്ട്. വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി. ഇനി ഒന്നും കൂടി ആ വെള്ളമൊക്കെ നല്ല രീതിയിൽ ഒന്ന് വറ്റി റെഡിയായിട്ട് നമ്മളിത് ഇറക്കി അടച്ച് വെക്കണം. നമ്മളൊന്ന് അടച്ച് വെച്ചിട്ട് കനലിലിട്ട് നമ്മളൊന്ന് കുറച്ച് നേരം ഒരു 10-15 മിനിറ്റ് ഇത് കനലിലിട്ടേക്കണം. അങ്ങനെ അടച്ച് വെക്കണം. അതിനുശേഷം മാത്രം നമ്മൾ സെർവ് ചെയ്യുക. നമ്മുടെ തേങ്ങാച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട്. ഇതേപോലെ തന്നെ വളരെ ടേസ്റ്റിയുമാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്യുക. എന്നിട്ട് കമന്റ്സ് ഒക്കെ അറിയിക്കുക. അടുത്ത ഒരു റെസിപ്പിയുമായി കാണുന്നിടം വരെ താങ്ക് യു.